തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ അല്പനിമിഷങ്ങൾക്ക് മുൻപാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നേരത്തെ അദ്ദേഹം നടത്തിയ വിവാദ വെളിപ്പെടുത്തലിന്മേൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ വികാരാധീനനാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പൂർത്തീകരിക്കാൻ കഴിയാതെ അദ്ദേഹം വീടിനുള്ളിലേക്ക് പോവുകയും രണ്ടാമത് വീണ്ടും പുറത്തേക്ക് വരികയും ചെയ്തു. പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. തുടർന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന് മാത്രമല്ല, അദ്ദേഹം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുക കൂടിയുണ്ടായി. ഇപ്പോഴും ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥതയും അതോടൊപ്പം തന്നെ പ്രതിസന്ധികളും തന്നെയാണ് അദ്ദേഹം വീണ്ടും എടുത്തു പറഞ്ഞത്. എസ് ശാലിനി ചേരുന്നു. ശാലിനി, എന്തെല്ലാം കാര്യങ്ങളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോട് പങ്കുവച്ചത്? വീണ്ടും രോഹിണി, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹാരിസ് ഡോക്ടർ അല്ലെങ്കിൽ ഹാരിസ് ചിറക്കൽ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിനോട് വിശദീകരണം തേടിയിട്ടുള്ളത്. ഈ നടത്തിയ പ്രസ്താവനകൾ, ഒപ്പം തന്നെ നടത്തിയിട്ടുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം നൽകാനൊക്കെ തയ്യാറെടുക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അതേസമയം തന്നെ സിസ്റ്റത്തിലെ പുഴുക്കുത്തുകളെയും സിസ്റ്റത്തിലെ വീഴ്ചകളെയും ഒക്കെ ഈ ഘട്ടത്തിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹാരിസ് ചിറക്കൽ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അദ്ദേഹം വിദഗ്ധ സമിതി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചത്. അതായത് വിദഗ്ധ സമിതിയിലുണ്ടായിരുന്ന 4 പേരും തൻ്റെ സഹപ്രവർത്തകരാണ്, തനിക്കൊപ്പം ജോലി ചെയ്തവരാണ്, സുഹൃത്തുക്കളാണ്. അവരിങ്ങനെ തനിക്ക് മോശമായ രീതിയിൽ ഒരു റിപ്പോർട്ട് നൽകില്ല, അല്ലെങ്കിൽ അത് നൽകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഹാരിസ് ചിറക്കൽ വിശ്വസിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിൽ, വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ എന്തുണ്ടായി എന്നുള്ള കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല, അതിനെപ്പറ്റി കാര്യങ്ങൾ അറിയില്ല. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തനിക്ക് ലഭ്യമാക്കിയിട്ടില്ല. വിശദീകരണം തേടുമ്പോൾ ആ ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് കൂടെ നൽകുന്നതാണ്. പക്ഷേ അത് തനിക്ക് കിട്ടിയിട്ടില്ല. എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, മുൻപും സമാനമായ രീതിയിൽ അവിടുത്തെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, രോഗികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഓഫീസിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആരോഗ്യവകുപ്പിനെയും സൂപ്രണ്ടിനെയും കൃത്യമായി അറിയിച്ചതാണ്. മാർച്ച് 10-ാം തീയതി ഹാരിസ് ചിറക്കൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മൂത്രാശയ രോഗങ്ങൾക്ക് അവിടെ ചികിത്സയ്ക്കെത്തി ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല, അത് അടിയന്തരമായി തന്നെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു സൂപ്രണ്ടിന്. മെയ് 10-ാം തീയതിയാണ് ആ കത്ത് മാർച്ച് 10-ാം തീയതിയാണ് ആ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജൂണിലും ആ കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് തന്നെ അദ്ദേഹം അത് വാങ്ങുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ആ കത്തിന് പിന്നാലെ പല ഘട്ടങ്ങളിലും നേരിട്ട് വാക്കാൽ ഇക്കാര്യങ്ങൾ സൂപ്രണ്ടിനെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹാരിസ് ചിറക്കൽ പറയുന്നത്. അത് നേരിട്ട് പറയുന്നത് എന്തുകൊണ്ടെന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. അതായത് പ്രിന്റ് എടുത്ത് പേപ്പർ രൂപയുടെ, കത്ത് രൂപയുടെ അത് നൽകാനുള്ള, പ്രിന്ററിൽ പേപ്പർ പോലും വാങ്ങാനുള്ള കാശ് അല്ലെങ്കിൽ പേപ്പർ പോലും വാങ്ങാൻ അവിടെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി പ്രിന്ററിലേക്ക് പേപ്പർ വാങ്ങി താൻ കത്തടിച്ച് സർക്കാരിന് നൽകേണ്ട ഒരു സാഹചര്യം, അത്തരത്തിൽ ഉള്ള ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ആരോഗ്യരംഗം കടന്നു പോകുന്നത് എന്നുള്ള രൂക്ഷമായ വിമർശനം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ വൈകാരികമായി തന്നെയാണ് സംസാരിച്ചു തുടങ്ങിയതും. അതിനുശേഷമാണ് ആ ഒരു കൃത്യമായ പോയിന്റിലേക്ക് അദ്ദേഹം എത്തുമ്പോഴാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി പോകുന്നത്. ഒരുപക്ഷെ ഭയങ്കര വികാരാധീതനായി അദ്ദേഹം കരഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ അകത്തേക്ക് പോകുന്നു. മാധ്യമങ്ങളോട് പെട്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിന്ന കാര്യങ്ങൾ അവസാനിപ്പിച്ച് അദ്ദേഹം കയറി പോകുന്നു. പിന്നീട് പുറത്തേക്കിറങ്ങുമ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അദ്ദേഹം തിരികെ ഓഫീസിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം വളരെ വൈകാരികമായി പ്രതികരിക്കുകയാണ്. കാരണം സിസ്റ്റത്തിലുണ്ടായിരുന്ന വീഴ്ചകൾ, ആരോഗ്യരംഗത്തുണ്ടായിരുന്ന വീഴ്ചകൾ, അത് ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിൽ താൻ കുറ്റക്കാരനായതിൽ ഹാരിസ് ചിറക്കലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആരോഗ്യ മേഖലയിലും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞ ചില വാദങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ചില രേഖകളടക്കം ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഹാരിസ് ചിറക്കൽ തന്നെയായിരുന്നു ശരിയെന്നുള്ള രേഖകളാണ് ഈ മാർച്ച് 10-ാം തീയതിയും ഒപ്പം തന്നെ ജൂൺ മാസം 6-ാം തീയതിയും ഒക്കെ നൽകിയ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും സമാനമായ സാഹചര്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. മൂത്രാശയ രോഗങ്ങൾ ഉൾപ്പെടെ വിവിധ ശസ്ത്രക്രിയകൾക്കും മറ്റ് ചികിത്സയ്ക്കുമായി അവിടെ എത്തുന്നവർക്ക് മരുന്നോ അല്ലെങ്കിൽ കൃത്യമായി അവർക്ക് ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങളോ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും അദ്ദേഹം തുറന്നു കാട്ടുന്നത്. ഇന്നലെ വിശദമായി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതാണ്. അപ്പോഴും ഈ പുഴുക്കുത്തുകളുടെയൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വീഴ്ചകൾ അദ്ദേഹം അക്കമിട്ട് നിരത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വിശദീകരണം നൽകണമെന്നുള്ള അടിയന്തര നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും വിശദീകരണം നൽകുമെന്നുള്ളതാണ് ഹാരിസ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിന് ഈ കണ്ണു നിറയൽ, അദ്ദേഹത്തിന് വികാരാതീതമായിട്ടുള്ള പ്രതികരണം, അത് ഏത് തരത്തിലായിരിക്കും ഇനി അദ്ദേഹം ജോലിയിൽ
കയ്യിൽ നിന്ന് പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ജോലി രാജിവെക്കാനും താൻ തയ്യാറാണ്. കാരണം തനിക്കെതിരെ നടപടി ഉണ്ടായാൽ അതും ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. തനിക്ക് ആരെയും പേടിക്കാനില്ല, ഭയപ്പെടാനില്ല എന്നുള്ള പ്രതികരണം നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നീക്കം ഇനി ഹാരിസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അദ്ദേഹം പതിവ് പോലെ ജോലിക്ക് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന രേഖകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ആരോഗ്യവകുപ്പിനെതിരെ അല്ലെങ്കിൽ ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ഈ ഘട്ടത്തിൽ മക്കവിട്ട് നിരത്തുകയാണ് ഹാരിസ് ചിറക്കൽ. അതെ, ശാലിനി പറഞ്ഞതുപോലെ തന്നെയാണ്. തികച്ചും മനുഷ്യത്വപരമായി മാത്രം ചിന്തിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. പല തവണ അത് മാറ്റിവെക്കുകയായിരുന്നു. ഇനി നിവൃത്തിയില്ലാതെയാണ് താൻ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് അന്നും അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ വെളിപ്പെടുത്തലിന്റെ പേരിൽ താൻ ഒരുപക്ഷെ ബലിയാടായേക്കാം എന്നുള്ളത് വളരെ മുൻപ് തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കിയതാണ്. അത് കഴിഞ്ഞ ദിവസം നടപ്പിലാകുന്ന കാഴ്ചയും കണ്ടു. സർക്കാരിന്റെ ഒരു പ്രതികാര നടപടി എന്നോണം തന്നെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഈ റിപ്പോർട്ട് തേടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം അങ്ങേയറ്റം വികാരാധീനനായ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് ഒരു ജീവന്റെ മുൻപിൽ വച്ച് നിരത്താവുന്ന ഒരു ന്യായീകരണമേ അല്ല. അവിടെ മനുഷ്യജീവനാണ് വില നൽകേണ്ടത് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാക്കുകൾ പൊതുസമൂഹം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശാലിനി. പക്ഷേ സർക്കാരിന്റെ നടപടിയാണ് അങ്ങേയറ്റം അപലപനീയം. ഇപ്പോഴും ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുകയോ സംസ്ഥാനത്തെ ആരോഗ്യരംഗം നവീകരിക്കാനോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനോ ഉള്ള ഒരു നടപടിയിലേക്കും കടക്കുകയോ ചെയ്യാതെ ഡോക്ടർക്കെതിരെ മാത്രം നടപടിയും വിശദീകരണ റിപ്പോർട്ടുമൊക്കെ തേടുന്ന സർക്കാർ നടപടി, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന്റെ നടപടി, ആരോഗ്യമന്ത്രിയുടെ നടപടി എത്രമാത്രം അപലപനീയമാണ് ശാലിനി? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം അദ്ദേഹം ഈ പ്രതികരണം ഫേസ്ബുക്കിലൂടെ നടത്തിയതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. തനിക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് താൻ പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. വിശദീകരണം തേടിയിരിക്കുകയാണ്. വിശദീകരണം തൃപ്തമല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നും അദ്ദേഹം പ്രതികരിക്കുന്നത് ആ സിസ്റ്റത്തിന്റെ വീഴ്ചകളെയാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് സർക്കാർ പല ഘട്ടങ്ങളിലും പറയുന്നതാണ്. ആരോഗ്യരംഗത്ത് പല ഘട്ടങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നതും അതുതന്നെയാണ്. പക്ഷേ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പൗരന്റെ ജീവിതം ചോദ്യമുനയിൽ നിർത്താനോ അല്ലെങ്കിൽ അത് ബാർഗെയിൻ ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പല ഘട്ടങ്ങളിലും ഹാരിസ് ചിറക്കലിന്റെ കയ്യിൽ നിന്ന് പണം മുടക്കി അദ്ദേഹം പല കാര്യങ്ങളും ആശുപത്രിയിൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും സർക്കാർ കണ്ടിട്ടില്ല, മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അത് സർക്കാരിനെ മോശമാക്കിയിട്ടില്ല അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനത്തെ അടച്ചാക്ഷേപിച്ചിട്ടില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത് യാഥാർത്ഥ്യം മാത്രമാണ് അദ്ദേഹം തുറന്നെഴുതിയത്. ആ തുറന്നെഴുത്തിനെയാണ് സർക്കാർ പേടിക്കുന്നത്, ആരോഗ്യവകുപ്പ് പേടിക്കുന്നത്. ഇപ്പോൾ വകുപ്പ് തല നടപടികളിലേക്കും ഒക്കെ വിശദീകരണത്തിലേക്കും ഒക്കെ എത്തിയതും അത് തന്നെയാണ്. എന്തായാലും ചില മറ്റ് വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഈ ഒരു വാർത്ത മാറി നിന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഈ നടപടി എടുക്കുന്നതിലൂടെ വീണ്ടും വാർത്ത സജീവമാവുകയാണ്. ആരോഗ്യകരെ വിമർശിച്ചുകൊണ്ട് പല രാഷ്ട്രീയ നേതാക്കളും എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഹാരിസ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏത് തരത്തിലുള്ള നടപടി ഉണ്ടായാലും താൻ സ്വീകരിക്കും, തനിക്കത് പ്രശ്നമല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചത്, അവിടെ ഉണ്ടായിരുന്ന വീഴ്ചകളാണ് താൻ ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ് ഹാരിസ് ചിറക്കൽ പറഞ്ഞു വെക്കുന്നതിൽ. അദ്ദേഹം പറഞ്ഞു വെച്ചൊരു ഒരു കാര്യമുണ്ട്, മാധ്യമങ്ങളോട് പറയാൻ എനിക്ക് മോശമായി തോന്നുകയാണ് അല്ലെങ്കിൽ അത് നാണക്കേടായി തോന്നുകയാണ്. കാരണം ആരോഗ്യ വകുപ്പ്, ആരോഗ്യ മന്ത്രിയുടെ മൂക്കിൻ തുമ്പിൽ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു കത്തടിക്കാൻ പേപ്പറില്ല എന്ന് പറയുന്നത് എത്രത്തോളം മോശാവസ്ഥയാണ് എന്നുള്ളത് തനിക്കറിയാം. അത് പറയുന്നത് മോശമാണ് എങ്കിൽ പോലും ഇനി പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ആദ്യമൊക്കെ പേപ്പർ അടിച്ച് നൽകി, കത്ത് അയച്ചു നൽകി, പറഞ്ഞു, കാര്യങ്ങൾ കേട്ടില്ല. പിന്നീട് കത്തയക്കാൻ പോലും കഴിയാത്ത പേപ്പറില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ വാക്കാൽ പല ഘട്ടങ്ങളിലും സൂപ്രണ്ട് അടക്കമുള്ളവരുടെ ഈ മെഡിക്കൽ സംവിധാനത്തിലുള്ള വീഴ്ചകൾ, ഒപ്പം തന്നെ ഈ മരുന്നില്ലാത്ത കാര്യങ്ങൾ, ഉപകരണങ്ങളില്ലാത്ത കാര്യങ്ങൾ അറിയിച്ചതാണ്. എന്നിട്ടും തൻ്റെ മേൽ പഴിചാരാനുള്ള നടപടി അത് അംഗീകരിക്കാനാകില്ല, ശരിയായ നടപടിയല്ല, വിദഗ്ധ സമിതി റിപ്പോർട്ട് തെറ്റാണ് എന്നുള്ളതാണ് ഹാരിസ് ചിറക്കൽ ഈ ഘട്ടത്തിലും പ്രതികരിക്കുന്നത്. രോഹിണി. ശരി ശാലിനി, ഡോക്ടർ ഹാരിസ് ചിറക്കൽ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്.